സ്റ്റാലിൻ ഈ കരൂർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ദുരന്ത സ്ഥലത്ത് മുഖ്യമന്ത്രി എത്തിയിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി ഉണ്ടായിട്ടില്ല. ഐസൺ. തീർച്ചയായും ഗൗതം, ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പോലീസ് വീഴ്ച സംബന്ധിച്ച ഒരു മറുപടി ഉണ്ടായിട്ടില്ല എന്ന കടുത്ത ആരോപണം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷമായ ADMK നേതാക്കളും എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് വലിയൊരു പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വരുന്നൊരു സാഹചര്യം. നമുക്കറിയാവുന്നതാണ്, എടപ്പാടി പളനിസ്വാമി പറഞ്ഞത് ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ റാലികളോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചരണ പരിപാടികളോ നടക്കുമ്പോൾ അതിനെ പോലീസിൻ്റെ അനുമതി നൽകാതിരിക്കുന്ന ഒരു പ്രകൃതം അല്ലെങ്കിൽ ഒരു രീതിയാണ് സ്വാഭാവികമായും നേരത്തെ തന്നെ ഇവർ കൈക്കൊള്ളുന്ന ഒരു സ്വഭാവം. അത് വലിയ തെറ്റായ ഒരു രീതിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒരു അടിയന്തര സാഹചര്യം നേരിടുന്നതിന് പോലീസ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും പോലീസിനെ കൃത്യമായി വിന്യസിക്കുന്നതിനുമുള്ള സത്യസന്ധമായ ഒരു ഇടപെടൽ നടത്തിയില്ല എന്ന് തന്നെയാണ് എടപ്പാടി പളനിസ്വാമിയും ആരോപിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ പലതവണ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ പ്രശ്നം തന്നെയാണ്, അതായത് നമുക്കറിയാവുന്നതാണ്, വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ പോലീസുകാർക്ക് ഇത് വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്നും സാധ്യമല്ല. മാത്രമല്ല, ജനക്കൂട്ടം ഒഴുകിയെത്തിയ വഴി ഇതൊരു റോഡായിരുന്നു, ഒരു നാഷണൽ ഹൈവേയുടെ ഭാഗമായ വലിയൊരു റോഡായിരുന്നു. ഈ റോഡിലേക്ക് നിരവധി ചെറു റോഡുകളുണ്ട്. ആ ചെറു റോഡുകളിൽ ഇന്നലെയൊക്കെ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി നമുക്കത് കാണാനും സാധിച്ചിരുന്നു. അതായത് ചെറിയ റോഡുകൾ വഴി വലിയ തോതിൽ ജനം ഒഴുകിയെത്തുന്നൊരു സാഹചര്യം, അത് ഒഴുകിയെത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികളുടെ ഭാഗമായി ആളെ കൂട്ടുന്നതിന് വേണ്ടി കൃത്യമായൊരു നീക്കം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. എങ്കിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ എത്തുന്നൊരു സാഹചര്യത്തിൽ 2 ദിവസത്തിനുള്ളിൽ അനുമതി വാങ്ങി പരിപാടി നടത്തുന്ന പരിപാടിയുടെ ചെറിയൊരു പരിപാടിയുടെ ഭാഗമായി നടത്തുമ്പോൾ അതിൽ ഇത്രയും കൂടുതൽ ആളെത്തുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു കൃത്യമായ വീഴ്ച, നിയമലംഘനം തന്നെ വിജയുടെ ഭാഗത്തു നിന്നും പോലും ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത് മുൻകൂട്ടി കണ്ട് കൃത്യമായ നടപടിയെടുക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സാധിച്ചില്ല എന്നൊരു വിഷയവും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഗൗരവതരമായ ചർച്ചകളിലേക്ക്, അതായത് ഈ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിനെതിരായ, സ്റ്റാലിൻ്റെ പോലീസിൻ്റെ സിസ്റ്റത്തിനെതിരായ ചില കടുത്ത വിമർശനങ്ങളാണ് വരുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇന്നലെ രാത്രി തന്നെ അപകടം നടന്ന ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുകയും സ്റ്റാലിൻ തന്നെ ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ തരത്തിലുള്ള പോലീസിൻ്റെ വീഴ്ചകൾ അതിലുണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ആ ടേംസ് ഓഫ് റെഫറൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അന്വേഷണ വിധേയമാക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ജഡ്ജിക്ക് നൽകുന്ന അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷന് നൽകുന്ന വിവരങ്ങളിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ അതെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ സാങ്കേതികമായി മുഖ്യമന്ത്രി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതിന് ശേഷം അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയേണ്ടതില്ല എന്നൊരു നിലപാട്, ഒരു നയപരമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ച പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അക്കാര്യം ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കുമെന്ന ഒരു മറുപടിയെങ്കിലും അദ്ദേഹത്തിന് പറയാമായിരുന്നു. അതിന് പോലും അദ്ദേഹം തയ്യാറായില്ല എന്നതാണ് ഗുരുതരമായൊരു വീഴ്ചയായി നിരീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും ഗുരുതരമായ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. വിജയ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ജനക്കൂട്ടത്തെ സൃഷ്ടിച്ച് വലിയ പ്രചരണം നടത്താനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു തെറ്റായ പ്രവണത ഉണ്ടായിരിക്കുന്നു. ഒരു തെറ്റായ രാഷ്ട്രീയ പ്രവണത തന്നെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്വഭാവത്തെ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ, ഒരു രാഷ്ട്രീയ വിഷയമായി പരിശോധിക്കുമ്പോൾ, രാഷ്ട്രീയ പൊതുവിയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ വലിയൊരു വീഴ്ച സ്വാഭാവികമായും വിജയുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, TVKയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്ത് തന്നെയായാലും ഇത് സംബന്ധിച്ച ജുഡീഷ്യൽ അന്വേഷണം നടക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ തന്നെ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ സ്റ്റാലിൻ ഇക്കാര്യത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും നൽകിയില്ല. സ്റ്റാലിൻ പറയുന്നത്, കടുത്ത ദുഃഖത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വിഷയമുണ്ടായപ്പോൾ തന്നെ പരിസരത്തുണ്ടായിരുന്ന മന്ത്രിമാരെ, 2 മന്ത്രിമാർ പരിസരത്തുണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു, തങ്ങളുടെ മുതിർന്നൊരു പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ആ പ്രദേശത്തേക്ക് എത്താനൊരു നിർദ്ദേശം നൽകി അടിയന്തര യോഗത്തിന് ശേഷം നേരിട്ടെത്തി എന്ന വിശദാംശങ്ങൾ, അതായത് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറയുന്നു എന്നതിനപ്പുറം എന്താണ് ഒരു നടപടി, ഏത് രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്, എന്താണ് അതിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ രീതികളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ മറുപടി നൽകാനൊന്നും തയ്യാറാകാത്ത ഒരു സ്വഭാവം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. ഒപ്പം ഈ വിജയ്ക്കെതിരെയും വലിയ വിമർശനം ഇപ്പോൾ ശക്തമാവുകയാണല്ലോ. 2 കാരണങ്ങൾ. ഒന്ന്, വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്രിക്കഴകം ഈ റാലി നടത്തിയിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നിയമലംഘനത്തിലൂടെ തന്നെയാണ്. കാരണം കളക്ടർക്ക് 10,000 പേർ മാത്രം
എത്തും എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ പരിപാടിക്ക് കരൂരിൽ അനുമതി തേടുന്നത്. അതിനുശേഷം നമുക്കറിയാം ഏതാണ്ട് 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ അവിടേക്ക് തടിച്ചുകൂടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സമയത്ത് ഈ പരിപാടി ആരംഭിക്കുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 2:30-ക്കാണ് വിജയുടെ റാലി കരൂരിൽ നിശ്ചയിച്ചതെങ്കിൽ വിജയ് അവിടെ എത്തുന്നത് ഏതാണ്ട് 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ്. അത് ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനുള്ള അടിസ്ഥാനപരമായ കാരണമായി. അപ്പോൾ സ്വാഭാവികമായും വിജയിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഈ ദുരന്തം എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഈ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഇന്നലെ രാത്രി തന്നെ ഈ സ്ഥലത്ത് നിന്നും വിജയ് മുങ്ങിയത്. ഐസൺ, ഈ പ്രദേശത്ത് നിന്ന് വിജയ് സ്ഥലം വിട്ടു എന്നത് തന്നെയാണ് മറ്റൊരു വലിയ വിഷയമായി ഉയരുന്നത്. നമുക്കറിയാവുന്നതാണ്, ട്രിച്ചി വിമാനത്താവളത്തിൽ നിന്നും ചാർട്ടേഡ് വിമാനത്തിൽ, അതായത് സർവീസ് വിമാനങ്ങൾ ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ ആ ടൈമിങ്ങിലായിരുന്നു അത് അടിയന്തരമായി അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നൊരു നീക്കമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ നീക്കത്തിന് ശേഷം ട്വിറ്ററിൽ എക്സ് ഹാൻഡിലിൽ ചില അനുശോചനക്കുറിപ്പുകളും ദുഃഖമുണ്ട് എന്നൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൂടി അങ്ങനെ ഒരു ഇടപെടലായിരുന്നില്ല ആ രാഷ്ട്രീയ കക്ഷി ചെയ്യേണ്ടിയിരുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് കാര്യക്ഷമമായ ഇടപെടൽ നടത്തി അവിടെ സാന്നിധ്യം ഉറപ്പാക്കി രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായതിന് ശേഷം മാത്രം അവിടെ നിന്ന് പോകുന്ന ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനെ യാതൊരു തരത്തിലുള്ള നീക്കവും. ഇപ്പോൾ BJP തമിഴ്നാട് ഘടകം അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ, ഒപ്പം തമിഴിഷി സൗന്ദരരാജൻ, പൊൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. சுப்ரீம் கோர்ட்டுடைய சிட்டிங் பெஞ்ச் உடனடியாக இதை விசாரணைக்கு எடுத்துக்கொள்ள வேண்டும், நேரடி விசாரணைக்கு எடுத்துக்கொண்டு இதுக்கு விசாரணை செய்ய வேண்டும் என்று தமிழக பாரதிய ஜனதா கட்சியினுடைய சார்பாக நான் கேட்டுக்கொள்கிறேன். சார், உயர்நீதிமன்றம் பல்வேறு அறிவுரைகளை சொல்லி விதிமுறைகளையும் விதித்திருக்கு. அதே போல போலீஸ் தரப்புலையும் சொல்லியும் 8:45 கூட்டம் நடைபெறுன்ற இடத்துல 2-2:30 மணிக்கு தான் வந்தாங்க. அதே மாதிரி இங்க 3 மணிக்கு கொடுத்த இடத்துல நைட்டு 7 மணிக்கு தான் வந்தாங்க. இதை எப்படி பார்க்குறீங்க? அதாவது இந்த சம்பவத்தை பொறுத்த மட்டும் உடனடியாக யாரையும் குறை சொல்வது என்பது தீர விசாரிக்க வேண்டும். அதனால் உச்சநீதிமன்றம் உடனடியாக இன்னைக்குள்ள சிட்டிங் பெஞ்ச் இதை உடனடியாக விசாரிக்க வேண்டும். தமிழக பாரதிய ஜனதா கட்சி சார்பாக நான் தெரிவித்துக் கொள்கிறேன். உயர்நீதிமன்றம் உடனடியாக இதை இன்றைக்கு இருக்கிற உயர்நீதிமன்றம் இதை விசாரணைக்கு எடுத்துக்கொள்ள வேண்டும், விசாரணை வேண்டும். காவல்துறையோட பாதுகாப்பு இன்றைக்குள்ள சிட்டிங் பெஞ்ச் உடனடியாக விசாரிச்சு உடன் நடவடிக்கை எடுத்து. தமிழக அரசு ஒரு நபர் கமிஷன் போட்டிருக்காங்க, அருணா ஜெகதீஷன் தலைமையில். இதை எப்படி பாக்குறீங்க? உடனடி நிவாரணம் வழங்கியிருக்காங்க. எங்களை பொறுத்த மட்டும் நான் இப்ப சொல்றதுதான், உங்களுடைய நீதிபதி இன்னைக்குள்ள சிட்டிங் பெஞ்ச் உடனடியாக இதை விசாரணைக்கு எடுத்துக்கொள்ள வேண்டும். நாங்க இடத்தெல்லாம் பார்த்துட்டு வந்து கரெக்டா பார்த்து சொல்றோம், விசாரிச்சு. ദുരന്ത സ്ഥലത്ത് BJPയുടെ തമിഴ്നാട് ഘടകത്തിൻ്റെ അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ, തെലങ്കാനയുടെ മുൻ ഗവർണറും BJP തമിഴ്നാട് ഘടകത്തിൻ്റെ മുൻ അധ്യക്ഷനുമായ തമിഴിഷി സൗന്ദരരാജൻ, മുൻ കേന്ദ്രമന്ത്രിയും കന്യാകുമാരി MP-യുമായ പൊൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ ദുരന്ത ഭൂമിയിലെത്തിയ BJP സംഘം സുപ്രീം കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിലുള്ള ഒരു സമഗ്രമായ അന്വേഷണം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ തന്നെ BJPയുടെ ദേശീയ നേതൃത്വം ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ദുരന്തമാണ് എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. BJP ദേശീയ വക്താവ് ഷഹസാദ് പൂനെവാല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ദുരന്തം എന്ന നിലയിലാണ് വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ തമിഴ്നാട് ഘടകത്തിൻ്റെ അധ്യക്ഷനും തമിഴ്നാട്ടിലെ BJPയുടെ പ്രമുഖ നേതാക്കളും ഈ ദുരന്ത ഭൂമിയിലെത്തി അവിടെ ജനങ്ങൾക്ക് ആശ്വാസം പകരുകയാണ്. മെഡിക്കൽ കോളേജിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ കണ്ടു. ഒപ്പം ഈ വിജയുടെ റാലിയിൽ ദുരന്തമുണ്ടായ കരൂരിലെ സ്ഥലത്തും BJP സംസ്ഥാന അധ്യക്ഷനും മറ്റ് പ്രമുഖ നേതാക്കളും സന്ദർശിച്ചു. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടത്. ഐസൺ തുടരുകയാണ്. ഐസൺ, ഇത് മറ്റ് ചില വിവാദങ്ങളിലേക്ക് കൂടി പോകുന്നു. ഇപ്പോൾ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് സംസ്ഥാന സർക്കാരിന് കൈകഴുകാൻ കഴിയുന്നതല്ല ഈ ദുരന്തം എന്ന് പറയുകയാണ്. മറുഭാഗത്ത് DMK ആകട്ടെ അത് വിജയുടെ മാത്രം ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ വിജയ് ആണ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് എന്ന നിലയിലാണ് DMKയുടെ പ്രതികരണം. ഇന്നലെ തന്നെ DMK നേതാക്കൾ പറഞ്ഞത് വിജയിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ BJP ഉൾപ്പെടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാന സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്.
സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ച പോലീസ് വീഴ്ചയും പോലീസ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിലെ വീഴ്ചയുമാണ്. ഇത്തരത്തിൽ വലിയ തോതിൽ ജനക്കൂട്ടം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കാര്യക്ഷമമായ ഇടപെടൽ നടത്തി ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന് വീഴ്ച വന്നു. ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നു. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, തമിഴ്നാടിൻ്റെ ഒരു പൊതു സ്വഭാവം നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു തമിഴ് നടൻ അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമാ താരമൊക്കെ പെട്ടെന്ന് എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നിമിഷ നേരം കൊണ്ടുണ്ടാകുന്ന ഒരു ജനക്കൂട്ടം, അത്തരത്തിലൊരു സ്വഭാവം തമിഴ്നാട്ടിലെ ജനതയ്ക്കുണ്ട്. അത് തമിഴിൻ്റെ ഒരു ജനകീയ മനഃശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിലെ ഈ താരാരാധന വലിയ തോതിലുള്ള ഒരു പ്രദേശമാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിജയ് പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഇത്തരത്തിലൊരു പൊതുപരിപാടിക്ക് എത്തുമ്പോൾ അതിലുണ്ടായേക്കാവുന്ന ജനത്തിരക്ക് 10,000 ആയിരിക്കില്ല എന്ന് കൃത്യമായി തിരിച്ചറിയുന്നതിനുള്ള ഒരു പൊതുബോധം, ഒരു സാമാന്യ ബോധം പോലീസിനുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ പശ്ചാത്തലത്തിലാണ് ADMK നേതാവ് പളനിസ്വാമിയൊക്കെ പറഞ്ഞ വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയരുന്നത്. അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ പരിപാടികൾ നമുക്കറിയാവുന്നതാണ്. നേരത്തെ അരുണൊക്കെ നമ്മുടെ പ്രതിനിധി അരുണാലത്തൂരൊക്കെ പരാമർശിച്ചൊരു വിഷയം കൂടിയാണ് RSSൻ്റെ പദസഞ്ചലനത്തിന് അനുമതി നൽകാതിരിക്കുക. അത്തരത്തിലുള്ള ഇത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ കക്ഷികളുടെ പൊതുപരിപാടികൾക്ക് കൃത്യമായ അനുമതി നൽകാതിരിക്കുകയും അതിനെ കാര്യക്ഷമമായി മാനേജ് ചെയ്യുന്നതിനുള്ള കാര്യമായ ഇടപെടൽ ഒരു സർക്കാർ എന്ന നിലയിൽ നടത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുതരമായ വീഴ്ച അല്ലെങ്കിൽ ഗുരുതരമായ ഒരു മനഃപൂർവ്വമുള്ളൊരു അവഗണന അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ളൊരു നെഗ്ലിജൻസ് സ്വാഭാവികമായും ഇവരുടെ ഭാഗത്തു നിന്ന്, അതായത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. ആ ആരോപണവും അതുപോലെ തന്നെ ഇപ്പോൾ ഈ മോബ് മാനേജ്മെൻറ്റിൽ അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ആർത്തലച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ആർത്തലച്ച് വരുന്ന ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്നത് മുൻകൂട്ടി കാണാനൊക്കെ സാധിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസിൻ്റെ സംവിധാനങ്ങളിലുണ്ട്. ഈ സംവിധാനങ്ങളൊന്നും പ്രയോജനപ്പെടുത്തിയില്ല. വളരെ ചുരുക്കം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ തോതിൽ ജനങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ കൃത്യമായി നിയന്ത്രിക്കുന്നതിനോ പോലീസ് സംവിധാനം ഒരുക്കുന്നതിനോ കൃത്യമായി വെള്ളവും അതുപോലെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും മെഡിക്കൽ എയ്ഡ് ഒരുക്കുന്നതിനൊക്കെ വളരെയധികം മുൻകൂട്ടിയുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അതൊന്നും ചെയ്തില്ല എന്ന ഗുരുതരമായ വീഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു അടിയന്തര സാഹചര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ പോലീസ് നടത്തിയില്ല എന്നത് കൃത്യമായ ബോധ്യത്തിൽ തന്നെ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് 10,000 പേർ മാത്രമാണ് ഒത്തുകൂടുക. അത് അടിയന്തരമായി തയ്യാറാക്കുന്ന പരിപാടികളാണ്. നമുക്കറിയാവുന്നതാണ് ഈ സിനിമാ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷൂട്ട് ഷെഡ്യൂളുകൾക്കിടയിൽ അവർ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരു രീതിയാണ് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ ജനങ്ങൾ തിങ്ങിക്കൂടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ആ തിങ്ങിക്കൂടുന്ന സാഹചര്യം അത് പെട്ടെന്ന് തന്നെ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ 2 ദിവസം മുമ്പ് അനുമതിക്കായി അപേക്ഷ സമർപ്പിക്കുകയും അത് SP ഫോർവേഡ് ചെയ്യുകയും ചെയ്തു ഡിസ്ട്രിക്ട് കളക്ടർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് 10,000 പേർ മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യതയെന്ന്, അല്ലെങ്കിൽ അവരാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൃത്യമായി എഴുതിയിരിക്കുകയും ചെയ്യുന്നു. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ജില്ലാ തലത്തിലുള്ള നേതാക്കൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ റിപ്പോർട്ട് നൽകേണ്ട അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് അനുമതി വാങ്ങേണ്ടതിനെ പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കേണ്ട സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കൃത്യമായ വ്യവസ്ഥാപിത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹികളുണ്ട്. അവർ നൽകിയ ഉത്തരവാദിത്തപരമായ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് 10,000 പേരാണ്. നമുക്കറിയാവുന്നതാണ് 10,000 പേരല്ല 2 ലക്ഷത്തിലേറെ പേർ എത്തിയെന്നാണ്. വെറുതെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഏരിയൽ വ്യൂ നോക്കുമ്പോൾ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് റോഡിൽ തന്നെ തിങ്ങി നിറഞ്ഞവരുണ്ട്, കെട്ടിടങ്ങൾക്ക് മുകളിൽ തിങ്ങി നിറഞ്ഞവരുണ്ട്. അത്തരത്തിൽ വലിയ തോതിലൊരു ജനക്കൂട്ടം അവിടെ നാമക്കല്ലിലും അതുപോലെ തന്നെ ഈ പ്രദേശത്തുമായി എത്തിയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യം കണക്കാക്കി മുൻകൂട്ടി ഇടപെടാൻ സാധിച്ചില്ലെന്ന പോലീസിൻ്റെ വീഴ്ച, ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്ന തിരിച്ചറിവില്ലാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവാദിത്വ ബോധമില്ലാതെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ പ്രശ്നങ്ങൾ കൊണ്ട് എത്തിക്കുന്ന ഒരു ശൈലിയിൽ ഈ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, വിജയുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, സ്വാഭാവികമായും വിജയുടെ ഭാഗത്തു നിന്നും മറ്റൊരു ഗുരുതരമായ വീഴ്ച കൂടി ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. ഏതെങ്കിലും അപകടമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ യാത്രാമധ്യമൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടം നടന്ന് പൂർണ്ണമായും അപകടത്തിൽപ്പെട്ടവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിന് ശേഷം മാത്രം അവരവിടെ നിന്ന് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ പലതവണ വാർത്തകളിലും വാർത്തയല്ലാതായിരിക്കുകയാണ്. അതൊരു രീതിയാണ് സാധാരണഗതിയിൽ. ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായൊരു വീഴ്ചയെ തുടർന്ന് മനുഷ്യർ പുഴുക്കളെ പോലെ മരിച്ചു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ കൃത്യമായി തന്നെയാണ് തമിഴക വെട്രിക്കഴകം എന്ന വിജയുടെ രാഷ്ട്രീയ പാർട്ടി എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് കരൂരിൽ മാത്രമല്ല തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ റാലികൾ സംഘടിപ്പിച്ചത്. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് വിജയ് നടത്തിയ തൻ്റെ തിരുച്ചിറപ്പള്ളിയിലെ റാലിക്കിടയിലും ഒരാൾ കുഴഞ്ഞു വീണ് മരണപ്പെടുകയും മറ്റും ചെയ്തിരുന്നു. തുടർന്ന് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഇത്തരം രാഷ്ട്രീയ ജാഥകൾ സംഘടിപ്പിക്കാവൂ എന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതെല്ലാം പാലിക്കാതെയുള്ള വിജയുടെ മുന്നോട്ടുള്ള പോക്കാണ് ഇപ്പോൾ വലിയ ദുരന്തമായി തമിഴ്നാട്ടിലെ കരൂരിൽ മാറിയത്.